തലസ്ഥാനത്തേക്ക് പോവുകയാണ്. വട്ടിയൂർക്കാവ് മഞ്ചാടിമൂട് നട റോഡിൽ ഗുണ്ടാ സംഘത്തിന്റെ ആക്രമണം. ഭിന്നശേഷിക്കാരനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമം. മദ്യപിച്ചെത്തിയ യുവാക്കൾ വടിവാളുമായി ഭിന്നശേഷിക്കാരന് നേരെ വരികയായിരുന്നു. യുവാക്കളെ നാട്ടുകാർ തടഞ്ഞുവെച്ചു. പിന്നാലെ പോലീസ് എത്തി രണ്ടുപേരെ പിടികൂടുകയും ചെയ്തു. ഗോകുൽനാഥാണ് സ്ഥലത്ത് നിന്ന് ചേരുന്നത്. ഗോകുൽ, ഇതിപ്പോൾ തലസ്ഥാനത്ത് സ്ഥിരമായിരിക്കുന്നു ഗുണ്ടാക്രമണം എന്നത്. ഒരു ഇടവേളയ്ക്ക് ശേഷം ഇപ്പോൾ ഇതാ ഒരു ഭിന്നശേഷിക്കാരനെയാണ് ആക്രമിക്കാൻ ശ്രമിച്ചിരിക്കുന്നത്. എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? തിരുവനന്തപുരം വട്ടിയൂർക്കാവ് മഞ്ചാടിമൂട്ടിലാണ് ഒരല്പനിമിഷം മുൻപാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. നമ്മൾ ആ സമയത്ത് മറ്റൊരു വാർത്ത കവർ ചെയ്യാൻ വേണ്ടി പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പോലീസ് ഈ പ്രദേശത്ത് തമ്പടിച്ചിരിക്കുന്നത് കാണുകയും തുടർന്ന് ഈ വിഷയം അന്വേഷിക്കുകയും ചെയ്തു. ആ സമയത്താണ് പോലീസ് തന്നെ പറയുന്നത്, അതായത് തൊട്ടടുത്ത ഒരു ബാറുണ്ട്, ബാറിലിരുന്ന് മദ്യപിച്ച ശേഷം ഇറങ്ങി വന്ന കഞ്ചാവ് വിൽപ്പനയിൽ മുമ്പ് പലപ്പോഴും പിടിക്കപ്പെട്ടിട്ടുള്ള മലമുകൾ സ്വദേശികളായ രണ്ട് യുവാക്കളാണ് ഇത്തരത്തിൽ അക്രമ സംഭവങ്ങൾ, അതായത് വടിവാൾ ഉപയോഗിച്ചുകൊണ്ട് ഭിന്നശേഷിക്കാരനെ വെട്ടാനൊരു ശ്രമമാണ് നടന്നത്. നട റോഡിൽ വെച്ചാണ് നടന്നതെന്നുള്ളതാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. ഒരു ബാറുണ്ട്, അതിന് മുകളിൽ കുറച്ച് കടകളുണ്ട്. ആ കടയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളെയാണ്, ഭിന്നശേഷിക്കാരനെ കൂടെ കാണാം. അദ്ദേഹത്തെയാണ് വെട്ടിക്കൊലപ്പെടുത്താനുള്ള ഒരു ശ്രമം ഈ സംഘത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായതെന്നുള്ളതാണ്. ഇതിലിപ്പോൾ നിലവിൽ രണ്ടുപേരെ, മലമുകൾ സ്വദേശികളായിട്ടുള്ള രണ്ടുപേരെയാണ് പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇവർ പലപ്പോഴായി കഞ്ചാവ് കേസുകളിലടക്കം പ്രതികളാണ് എന്നുള്ള കാര്യമാണ് ഈ പ്രദേശവാസികളും നാട്ടുകാരും ഒക്കെ പറയുന്നത്. വലിയ ഭീകരാന്തരീക്ഷമാണ് ഈ സമയത്ത് ഈ പ്രദേശത്ത് ഉണ്ടായതെന്നുള്ളതാണ്. എന്തായാലും പ്രദേശവാസികളും അതേപോലെ തന്നെ നമ്മളൊപ്പം ഭിന്നശേഷിക്കാരനായ ചേട്ടൻ കൂടെ ചേരുന്നുണ്ട്. എത്ര മണിയോടുകൂടിയായിട്ട് ഈ സംഭവം ഉണ്ടാവുന്നത്? അയ്യോ, 5-5:45 ആവും തോന്നുന്നു. പരിചയമുള്ള യുവാക്കളാണോ? അല്ല, അറിയാൻ പറ്റൂല, നമുക്ക് അറിയാൻ പറ്റില്ല. ബാറിൽ നിന്ന് വെള്ളം അടിച്ച് ഇറങ്ങി വന്ന പ്രകോപന കാരണം എന്താ അറിഞ്ഞൂടാ, അത് നമുക്ക് അറിഞ്ഞൂടാ. അത് എന്റെ കടയിൽ മാത്രമായിട്ട് വന്നതല്ല, ഇവിടെ വന്നിട്ട് ബഹളം ഉണ്ടാക്കിയതാണ്, അല്ലാതെ എന്റെ കടയിൽ മാത്രമായിട്ട് വന്നതല്ല. ഒരാൾക്ക് പരിക്കേറ്റല്ലേ? കൈക്ക് ചെറിയ പരിക്കുണ്ട്. ചെറിയ പരിക്കുണ്ട്. വിനോയ് അയാള് എന്നെ ആക്രമിക്കാൻ ശ്രമിച്ചപ്പോഴ് തടഞ്ഞപ്പോഴേ കയ്യിൽ ആ മുറിവ് അങ്ങനെ ഉണ്ടായതാണ്. വേറെ വലിയ കാര്യമൊന്നുമായിട്ട് പ്രശ്നമായിട്ട് വേറെ ഒന്നുമില്ല. വിനോയ് ഉണ്ടായത് വലിയ സംഘർഷം തന്നെയാണ്. കാരണം രണ്ടുപേരാണ് ഇപ്പോൾ നിലവിൽ. ഈ ചേട്ടന്റെ കൈ കൂടെ നമുക്കൊന്ന് കാണാം. കൈ തടഞ്ഞതാണ്, അദ്ദേഹത്തെ വെട്ടുന്ന സമയത്ത് തടയുന്നതാണ്. ആ സമയത്താണ് കൈക്ക് ചെറിയ പരിക്കേ ഉള്ളൂ അല്ലേ? ചെറിയ പരിക്കേ ഉള്ളൂ. യുവാക്കളെ നേരത്തെ അറിയാവോ? ഒരാളറിയായിരുന്നു, മറ്റേ പുള്ളിക്കാരൻ എനിക്കറിയില്ല. എന്നെ വെട്ടാൻ വേണ്ടി വന്ന പുള്ളിക്കാരൻ എനിക്ക് ശരിക്കും അറിഞ്ഞൂടാ. ഒരു കാര്യം കൂടി എടുത്തു പറയാം. ഞാൻ അല്പനിമിഷം മുൻപ് വട്ടിയൂർക്കാവ് പോലീസിനെ വിളിച്ചിരുന്നു. പോലീസിനെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞത് മെഡിക്കൽ എടുക്കുവാനായി രണ്ടുപേരെയും കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷേ കാര്യമായ സംഭവങ്ങൾ സംഭവിച്ചില്ല എന്നാണ് വട്ടിയൂർക്കാവ് പോലീസ് പറയുന്നത്. ആർക്കും പരാതിയില്ല, അതുകൊണ്ട് കേസ് രജിസ്റ്റർ ചെയ്യുന്നില്ല എന്നൊക്കെയാണ് വട്ടിയൂർക്കാവ് പോലീസിനെ വിളിക്കുമ്പോൾ പറയുന്നത്. പോലീസുകാരുടെ ഭാഗത്തുനിന്ന് കൃത്യമായ അലംഭാവമാണ് ഇപ്പോൾ നിലവിൽ ഈ വിഷയത്തിൽ നടന്നിരിക്കുന്നതെന്നുള്ളതാണ്. പട്ടാപ്പകലാണ് വാഹനത്തിലുണ്ടായിരുന്ന വെട്ടുകത്തി ഉപയോഗിച്ച് ഭിന്നശേഷിക്കാരനെ വെട്ടിക്കൊലപ്പെടുത്താൻ ഒരു ശ്രമം നടത്തുന്നത്. ആ ശ്രമം പോലീസ് എത്തിയതുകൊണ്ട് തന്നെ തൊട്ടടുത്ത് തന്നെയാണ് വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷൻ ഉള്ളത്. അതുകൊണ്ട് തന്നെ പോലീസ് കൃത്യസമയത്ത് എത്തി ഈ ശ്രമം വിഫലമാക്കുകയും ഒക്കെ ചെയ്തു. പക്ഷേ അപ്പോഴും പോലീസ് ഈ പ്രതികളെ ഭയന്നിട്ടാണോ എന്ന് അറിയില്ല. ഇപ്പോഴും ഈ കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നുള്ള കാര്യമാണ് പോലീസ് പറയുന്നത്. ആർക്കും പരാതിയില്ല എന്നുള്ള കാര്യവും കൂടി പോലീസ് നമ്മളോട് പറയുന്നുണ്ട് എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഈ നീതി നടപ്പാകുക എന്നുള്ള ഒരു കാര്യം കൂടി ശ്രദ്ധേയമാണ്. മുൻപ് പലപ്പോഴും ഭിന്നശേഷിക്കാരനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചിട്ട് അത് തടഞ്ഞത് നാട്ടുകാരാണ്. പോലീസ് അത് ഉറപ്പാക്കുകയും ചെയ്താണ്. രണ്ടുപേരെ കസ്റ്റഡി എടുക്കുകയും ചെയ്തിട്ട് പിന്നെ എന്തുകൊണ്ട് കേസ് എടുക്കുന്നില്ല എന്നറിയില്ല. ഏതായാലും മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷം കേസ് എടുക്കുമോ എന്ന് നമുക്ക് നോക്കാം. ഇത്തരത്തിൽ ഗുണ്ടാക്രമണങ്ങൾ തിരുവനന്തപുരത്ത് നിരന്തരം പതിവാകുമ്പോൾ എന്തുകൊണ്ട് ഒരു കേസ് എടുക്കാൻ പോലും തയ്യാറാകുന്നില്ല എന്ന ചോദ്യമുണ്ട്. കേസ് എടുക്കുന്നില്ലെങ്കിൽ നമുക്ക് ആഭ്യന്തരമന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെയൊക്കെ ശ്രദ്ധയിൽ ഈ വിഷയം പെടുത്തേണ്ടതുണ്ട്.